നാലാമത്തെ 9 മുതൽ 11 നാലാമത്തെ 9 മുതൽ 11 ഒന്നിന് കൊടുത്താണ് നാലാമത്തെ 9 മുതൽ 11. നാലാമധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനഭാഗം. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിൽ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ശൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ശൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ബോധപ്പെടുത്താം. ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറഞ്ഞതിന് ശേഷം കപ്പയാകുമ്പോട്ട് പ്രാർത്ഥന നടത്തേണ്ടതാണ്. ദൈവത്തെ സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതങ്ങളാണ് നമുക്ക്. ഈ രാത്രിയുടെ നാമം കാണുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിക്കാൻ വലിയ ഭാഗ്യം നൽകി. നമ്മുടെ പ്രാണനെ നടത്തുന്നത്, നമ്മുടെ കാലുകൾ വീഴ്ചയെന്നും നമ്മുടെ കണ്ണുകളെ കണ്ണിനെയും എല്ലാം താങ്ങി നടത്തി. നമുക്ക് വരാവുന്ന ആപത്ത്, അനർത്ഥങ്ങൾ, രോഗങ്ങളെല്ലാം നമ്മളെ വിടുവിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാമോ? നമുക്ക് കാര്യങ്ങൾ സമർപ്പിക്കാമോ? നമുക്ക് അത് എത്ര വലിയ ശ്രേഷ്ഠമാണ്, എത്ര വലിയ ഉന്നതന്മാർ ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിച്ച് സാധിക്കാതെ ഉള്ളവരെ അനേകം പേർ രോഗത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, അനേകം പേർ രോഗികളായി ആശുപത്രി പ്രാപിച്ച് ജീവിതത്തിൽ വേദന അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. അവരെക്കാലം നല്ലവരല്ലാത്ത നമ്മെ തന്റെ മാറോടമച്ച് നമ്മൾ കൈതാങ്ങി വഴിനടത്തി നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും പകർന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട വഴികളെ ദൈവത്തിന് ആരാധന ദൈവത്തിന് നമുക്ക് സ്തോത്രം കൈവരിക്കാമോ? പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? സഭയുടെ എല്ലാ കുടുംബങ്ങളും ഈ നാളുകൾ അനുഗ്രഹിക്കപ്പെടുവാനായി ദൈവത്തിന് സമർപ്പിക്കാം. സഭയിൽ പേരെഴുതപ്പെട്ട എല്ലാ കുടുംബങ്ങളും അനുഗ്രഹത്താൽ കരയപ്പെടുവാനായി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാമോ? എല്ലാ വിഷയങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം. അനേകം പേർ വിവിധ മാർഗത്തിന് നിവർത്തിയില്ലാതെ ആവശ്യപ്പെടുന്നവരുണ്ട്. അനേകം പേർ മേസ്തിരി പണിക്ക് വേണ്ടി കടന്നുപോയി അധ്വാനിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റു വിവിധ മാർഗങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നവരുണ്ട്. അതുപോലെ തൊഴിൽ സ്ഥാപനങ്ങൾ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നവർക്ക് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ? അധ്വാനിക്കാൻ പോകുന്ന നമ്മുടെ ഭവനത്തിലെ നമ്മുടെ ആലയത്തിലുള്ള എല്ലാ ഭവനങ്ങളിലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആവശ്യമാണ്, ദൈവം ആവശ്യമാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമോ? എല്ലാ കുടുംബങ്ങളും ദൈവത്തിന് സമർപ്പിക്കും. ഇതിന് മാർഗത്തിന് നിവൃത്തിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, അവർക്ക് ആവശ്യമായ നന്മകളെ പകരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാമോ? അനേകം പേർ ഭവനങ്ങളില്ലാതെ വാടക വീടുകൾ കഴിയുന്നവരുണ്ട്. വഴിയമ്പലങ്ങളിൽ അഭയമായി കഴിയുന്നവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വാസസ്ഥലം ദൈവം പകരുവാനാണ്, അനുഗ്രഹിക്കപ്പെട്ട അവർക്ക് ആവശ്യമായ വഴികളിൽ അവർക്ക് ആവശ്യമായ വാതിലുകൾ തുറക്കപ്പെടുവാനായി, അവർക്ക് നല്ല സ്ഥലങ്ങൾ ലഭിക്കുവാൻ, അവർക്ക് സ്വന്തം സ്ഥലത്തായുള്ള ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തിനാണ് മുഖാന്തരം പ്രാർത്ഥിക്കാമോ? ദൈവത്തെ സമർപ്പിച്ചവരെ മാനസിക രോഗികളായി സ്വന്തമായി സ്വന്തം വസ്ത്രം പോലും എടുക്കുവാൻ നിർത്തിയില്ലാതെ രോഗാവസ്ഥയെ കഴിയുന്നവരുടെ വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം പേർ തങ്ങളുടെ രോഗനിമിത്തം, രോഗാധിക്യ നിമിത്തം വേദനയോട് അയ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ദൈവം അനുഗ്രഹിക്കപ്പെട്ട ചികിത്സ നൽകുവാനും ദൈവത്തിന്റെ കൃപ എല്ലാ മക്കളും പ്രാപിച്ചെടുക്കാനായി പ്രാർത്ഥിക്കാം.
മാരക രോഗത്തിൽപ്പെട്ട് ക്യാൻസർ പോലുള്ള മറ്റ് മാരക രോഗത്തിൽപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ മക്കളെയും തൊടുവാനായി, ദൈവാനുഗ്രഹം എല്ലാ മക്കളും പ്രാപിച്ചെടുക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വേദനകളെല്ലാം സന്തോഷമാക്കി മാറ്റണം. ദൈവത്തിലൂടെ മക്കളായി ശോഭിക്കുവാൻ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ആലയത്തിലെ ദുഃഖാർത്ഥരായ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഭവനത്തിലുള്ള ദുഃഖം മാറി സന്തോഷമായി ദൈവം അനുഗ്രഹമായി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ രോഗികളായ നമ്മുടെ ആലയത്തിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം പേരുള്ളല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരുന്ന് വൈദ്യന്റെ ദൈവമാണല്ലോ, ദൈവത്തിനോട് സമർപ്പിക്കാം. ദൈവം തക്കതായ അനുഗ്രഹത്തിൽ സുഖവും പരാജയവും ദീർഘായുസ്സോടെ എല്ലാ മക്കളെയും കാത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് സമർപ്പിച്ചാൽ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഭരണസംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തെ സമർപ്പിച്ചാൽ പാട്ടിന്റെ ശരണം പാടിയതിനു ശേഷം പ്രാർത്ഥന തുടരാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാടോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാടോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ താരോടി ചാടിച്ചിടുന്നു, അമ്മയെ പോലെ നാഥൻ താരോടി ചാടിച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മാറിൽ ദീനം ദീനമായി, തന്റെ മാറിൽ ദീനം ദീനമായി. സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മാറിൽ ദീനം ദീനമായി, തന്റെ മാറിൽ ദീനം ദീനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാടോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. പ്രാർത്ഥിക്കാം. സ്വർഗം സിംഹാസനം, ഭൂമി ഞങ്ങളുടെ പാതപീഠവുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, യേശുവേ, മനോഹരമായ ഈ ശനിയാഴ്ച വളരെ വൈകുന്നേരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ചുരുക്കം പേരാണെങ്കിലും യേശുവ ഒരു മനസ്സോട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ അവിടെ അനുവദിച്ചതിനായി നന്ദി കർത്താവേ. ഇതുപോലൊരു വൈകുന്നേരം കാണാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർ കർത്താവേ ലഭിക്കാതെ പോയ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ ദൈവം ഈ ആലയത്തിൽ കൂട്ടിവരുത്തി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കൃപ നൽകിയെന്നാണ് കർത്താവെ. ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും കണ്ണുനീരിലും വേദനയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വാസം വരണമേ കർത്താവേ. വേദനിക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, രോഗത്തിന്റെ പിടിയിലായി പലവിധമായ വേദനയോടായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ഓരോ ആശുപത്രി എടുത്ത് നോക്കാമെങ്കിൽ ദൈവമേ, ഐസിയുടെ മുന്നിൽ നിന്ന് കരയുന്ന എത്രയോ ജീവിതങ്ങളപ്പാ ദൈവമേ, അപകടാവസ്ഥയിലായിരിക്കുന്ന ജീവിതം കർത്താവേ. ദൈവമേ, എഴുന്നേറ്റ് തിരിക്കുവാൻ പോലും കഴിയാതെ പലവിധമായ ഓപ്പറേഷൻ വിധേയനായി വേദനിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടെ ദുഃഖങ്ങളും വേദനകളും മാറ്റി ആശ്വാസവും വിടുതലും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നമ്മ, ദേശത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. അന്ധകാരത്തിലായിരുന്ന ഒരു കൂട്ടം ജനങ്ങളെ മനോഹരമായ ഒരു ദേവാലയം ദൈവം നൽകി. ഈ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിലായിരുന്ന ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം കർത്താവേ. അനേകർക്ക് വേണ്ടി ഒരുക്കിയ ദൈവമേ ദേവാലയം ചുരുങ്ങിയ അവസ്ഥകളിലായിരിക്കുമ്പോൾ കർത്താവേ, ഓരോരുത്തരുടെ പേരും അങ്ങന്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഒന്നോ രണ്ടോ മൂന്നോ പേർക്കുള്ളതല്ല പാലയം,
ദൈവമേ ആരാധനാലയത്തിൽ സ്തുതിപ്പാൻ അങ്ങ് ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾ കണ്ണുനീരിന്റെ മധ്യേ ആശ്വാസവും വിടുതലൊക്കെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ ആവശ്യങ്ങൾ അപേക്ഷകളോടൊപ്പം സന്നിധി ഓടി വന്ന കർത്താവേ, ആരും നിരാശരായി കടന്നു പോകുവാനിടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ദൈവകൃപയെ പ്രാപിക്കുവാൻ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും മധ്യയായിരിക്കുന്നവരുടെ കർത്താവേ, കടഭാരത്തെ ചൊല്ലി വേദനിക്കുന്നവരുണ്ടപ്പാ, ഉപജീവന മാർഗമില്ലാതെ വേദനിക്കുന്നവരുണ്ട്, ഉപജീവന മാർഗം ചെയ്യുവാൻ ആരോഗ്യം നഷ്ടപ്പെട്ടവരായി വേദനിക്കുന്നുണ്ട് കർത്താവേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടരോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിരക്കോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവിന്റെ കൃപ ഓരോ പ്രിയപ്പെട്ടവരുടെ പേരിൽ ജനിക്കുവാൻ ഇടയാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തെ ചെയ്യണം കർത്താവേ, അഭിഷേകത്തെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ ചൊല്ലി വേദനിക്കുന്ന ഭവനങ്ങൾ കർത്താവേ, ഇന്ന് അനേക യൗവന തലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊരു മക്കളെ നശിച്ചു പോകാതെ കർത്താവിന്റെ കരങ്ങളിലായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ മക്കളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഉണരുവാൻ ദൈവം കൃപിച്ചിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനം പൂർത്തിയായ കർത്താവേ, ഓരോ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ വിദ്യാഭ്യാസത്തിൽ തക്ക ഓരോ ഉപജീവന മാർഗം ലഭിക്കുവാൻ ഓരോ മക്കളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ. പഠിച്ചിട്ട് ഒരു മക്കളെ നിരാശപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ഉപജീവനത്തിനായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഉപജീവന മാർഗങ്ങളോട് അനുഗ്രഹങ്ങൾ നന്മകളും പ്രാപിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങളെ തന്നെ കരങ്ങൾ സമർപ്പിക്കുന്നു നാഥാ. ദൈവമേ, നാളെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുവത്താഴ ശുശ്രൂഷ നടത്തുവാൻ വരുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് അനേകരുടെ ജീവിതത്തിന് സാക്ഷിയാകുവാൻ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറ്റങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ അപ്പം മുട്ടുമടക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും നല്ല കർത്താവേ, ഹൃദയം നിറഞ്ഞവർക്ക് സമീപസ്ഥാൻ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്തിൽ വിശ്വസിക്കാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാളെ ഞങ്ങൾ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങ് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ വ്യക്തികളെയും ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ അനുഗ്രഹിക്കണം. ചുരുക്കം പേരാണ് ദൈവമേ, ഞങ്ങൾ ആരും നിരാശപ്പെട്ടു പോകുവാൻ വരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവശ്യങ്ങൾ ആവശ്യമുള്ള അപ്പൻ കടന്നു വന്നവരാണ്. ദൈവമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എന്ത് ആവശ്യമായ അപ്പന്റെ സ്ഥലത്തിൽ കടന്നു വന്നു ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭാ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മരണത്തിൽ ഏൽപ്പിച്ച് ആ മാതാവിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണം. സമാധാന സന്തോഷം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനത്തിനായി സ്തോത്രമാണ് ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയായി തീരുവാൻ ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയായി തീരുവാൻ അപ്പൊ അവിടെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത്ഭുതത്തെ ചെയ്യണം. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ ഇന്ന് രാത്രി അനുഗ്രഹത്താൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനൊരു കുറവില്ലാതെ ദൈവം കാത്തുകൊള്ളണമേ. നിരാശാലംബരായിരിക്കുന്ന ഓരോ വ്യക്തികളെ കരങ്ങൾ തരുന്നു. പിന്മാറ്റക്കാരെ ദൈവം തിരിച്ചു വരുത്തുവാൻ ദൈവമേ കർത്താവേ, ഈ ആലയം നിറഞ്ഞു കവിയുവാൻ സന്തോഷത്തോടായിരിക്കാൻ ദൈവം കൃപ ചെയ്യണം. അത് മനസ്സിലാക്കുമ്പോൾ ഒരു ആത്മാവിനെ എല്ലാവരുടെ പേരും ഒക്കെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവ് കുറ്റങ്ങളെല്ലാം പല കരങ്ങൾ തരുന്നു. വിട്ടുപോയ കാര്യങ്ങളെല്ലാം പങ്കുകൊണ്ടിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ട സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടക്കാതെ സർവ്വഷ്ടം നീക്കണമേ. രാജ്യവും ക്ഷയത്തെയും മഹത്വവും
എന്നേക്കുമുള്ളതല്ലോ.